നമ്മളെ അങ്ങനെ വൈകിട്ട് കോളേജിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഇവിടേക്കായിരുന്നു കേട്ടോ. ഞാൻ കോളേജ് ബസ്സിൽ വന്ന് ഞാൻ ദാ ഇവിടെ ഇറങ്ങി. എവിടെയാണെന്നറിയാവോ? ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ദാ ഇവിടെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കാട്. ഈ വീട്ടിൽ അങ്ങനെ കുഞ്ഞാവുണ്ടാവാൻ പോവുക. എന്നിട്ടോ അവളാണെങ്കിൽ കരച്ചിലോട് കരച്ചില്ല പോയി. അപ്പം ഈ കുഞ്ഞുമുട്ട ഒറ്റയ്ക്കായിപ്പോയി. അപ്പം ഈ കുഞ്ഞുമുട്ടയ്ക്ക് ഞാനൊരു കൂട്ടിരിക്കാമെന്ന് വെച്ചു. അപ്പം ഈ കുഞ്ഞുമുട്ടയ്ക്ക് ഞാനിങ്ങനെ കൂട്ടിരിക്കും, ഞാനിങ്ങനെ തോടും തലോടും ഉമ്മ വയ്ക്കും. കുഞ്ഞുമുട്ടേനെ എൻ്റെ കൂടെ അങ്ങ് ഇരുത്തിയേക്കുക. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, കുഞ്ഞുമുട്ടേനെ വേറെ കോഴികൾ കൊത്തും. അല്ലേ കുഞ്ഞുമുട്ടേ? ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ടേ. ഇത് അവിടെ നിന്ന് ഒരാൾ അരി കഴുകുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പെരുന്നാളൊക്കെ കൂടിയിട്ട് വന്ന് ലേറ്റായിട്ടൊക്കെ കിടന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഉറങ്ങാനായിട്ട് ഒരു പൂച്ച സമ്മതിക്കൂലായിരുന്നു. അവളാണെങ്കിൽ വന്നങ്ങ് കരച്ചിലങ്ങ് തുടങ്ങിയില്ലേ, ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ്. എല്ലാം പറയാൻ പറ്റുമോ? പ്രാണി പ്രഗ്നൻ്റ് ആണെന്നാ തോന്നുന്നത്. ഈ വീട്ടിൽ അങ്ങനെ കുഞ്ഞാവുണ്ടാവാൻ പോവുക. എന്നിട്ടോ അവളാണെങ്കിൽ കരച്ചിലോട് കരച്ചില്ല. ഉറക്കം വരുമോ? എഴുന്നേക്കാനും തോന്നില്ല. വെൽക്കം. നല്ല തലവേദന വെച്ചാൽ നല്ല തലവേദന. ചേട്ടൻ പറഞ്ഞ് ചായ ഇട്ട് കുടിച്ചാൽ തലവേദന പോകുന്നു. അതുകൊണ്ട് നമ്മൾ ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ കറി വയ്ക്കാൻ നോക്കിയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. അതിനിപ്പോൾ കുറച്ച് മീനിരുന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. ചേട്ടനാണെങ്കിൽ അന്ന് പാത്രം കഴുക്കോട് കഴുക്ക് എന്നാ മോട്ടർ നിർത്തി. തലവേദന എടുക്കുക, ഒരു രക്ഷയില്ലെന്നേ. ചേട്ടാ, ഈ സിങ്കൊക്കെ ക്ലീൻ ആകാൻ ഞാനൊരു വീഡിയോ കണ്ടാട്ടോ. ഇച്ചിരി ഉജാല ഒഴിക്കണം. ഇച്ചിരി ഉജാല ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടില്ല, ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകിയാൽ മതി. തൂവെള്ള പോലെയാകും ചേട്ടാ. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. കഴുകാറില്ലാത്ത വീട്ടിൽ ഇതിലേക്ക് ചായ ഒഴിക്കണം. ചേട്ടനാണെങ്കിലില്ലേ ക്രിസ്മസിന് വാങ്ങിയ പോർക്ക് ഇപ്പോഴാണ് ചേട്ടൻ കറി വെച്ചത്. ഞാൻ കഴിക്കൂല. അയ്യോ, ഇപ്പൊ തലയിലേക്ക് വന്നിയാടി ഉള്ള തലങ്ങളെ പോയേനെ. പൊറക്കാനിരുന്നു. ചേട്ടനെല്ലാം പറ്റിയോ? നേരത്തെ ആടിയില്ല. ആണോ? പിന്നെ അത് അടി വെച്ചാണ് ആ സാധനം എടുത്ത് ഇവിടെ വെക്കണം, കമ്പി. എങ്കിൽ തന്നെ പാത്രം കഴുകി എല്ലാം ഭിത്തിപ്പുറത്തേക്ക് വെക്കാം. ഇന്ന് വെക്കാം കേട്ടോ. ചേട്ടാ ചിയേഴ്സ് പറഞ്ഞു. ഞാൻ തിന്നാൻ പോകും. അല്ല, ഉഴുന്നോട്. അല്ല, ഇനി അടുത്ത പള്ളിപ്പെരുന്നാൾ വന്നാൽ ഇത് അവിടെ ഇരിക്കും. എന്താ
ഇതിനകത്തില്ല സത്യത്തിൽ. അപ്പം ഇതാ നമ്മൾ മീൻകറി വെക്കാനായിട്ട് മീൻകറി റെഡിയാക്കാൻ വേണ്ടി എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം സെറ്റ്, ഡബിൾ സെറ്റ്. പിന്നെ എനിക്കൊരു കൂട്ടിന് ഞാനൊരു കുഞ്ഞുമുട്ടേനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞുമുട്ടയാണെങ്കിൽ അതിന് ജലദോഷം അടിച്ച് കുഞ്ഞുമുട്ട പോയി. അപ്പോൾ ഈ കുഞ്ഞുമുട്ട ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ ഈ കുഞ്ഞുമുട്ടയ്ക്ക് ഞാനൊരു കൂട്ടിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ കുഞ്ഞുമുട്ടയ്ക്ക് ഞാനിങ്ങനെ കൂട്ടിരിക്കും, ഞാനിങ്ങനെ തോടും തലോടും ഉമ്മ വയ്ക്കും. കുഞ്ഞുമുട്ടേനെ എൻ്റെ കൂടെ അങ്ങ് ഇരുത്തിയേക്കുക. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, കുഞ്ഞുമുട്ടേനെ വേറെ കോഴികൾ കൊത്തും. അല്ലേ കുഞ്ഞുമുട്ടേ? അത് വെങ്കൊച്ചാണെന്നാണ് തോന്നണേ. എൻ്റെ വെങ്കൊച്ചാണെങ്കിലും തിക്കൻ കൊച്ചാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുമുട്ട ഭയങ്കര കൊത്തുകാരനാണ് കേട്ടോ. കുഞ്ഞുമുട്ട നമ്മുടെ ഉടുപ്പിലെ ഡിസൈൻ കണ്ടാൽ കൊത്തും, മോതിരം കണ്ടാൽ കൊത്തും. രാവിലെ എൻ്റെ കമ്മൽ കൊത്തിപ്പറിച്ച് തിന്നാൻ നോക്കി. സ്വർണ്ണത്തിന് വില കൂടിയതൊന്നും കുഞ്ഞുമുട്ട അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നണേ. കുഞ്ഞുമുട്ട ഭയങ്കര ഡേഞ്ചറാണ്. കുഞ്ഞുമുട്ട ഭയങ്കര കൊത്തുകാരനാണ്. കൊത്തുകാരനോ കൊത്തുകാരിയോ. അപ്പോൾ രാവിലെ തവിടൊക്കെ കുഴച്ച് തീറ്റിച്ചിരുത്തിയേക്കും. അരിയൊന്നും കുഞ്ഞുമുട്ടയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അരിക്കൊമ്പനൊന്നും അല്ലാന്ന് കുഞ്ഞുമുട്ട പറഞ്ഞു. അങ്ങനെ നമ്മൾ കുഞ്ഞുമുട്ടേനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുവാണ്. കസേര ഇട്ട് കൊടുത്തില്ലേ കുഞ്ഞുമുട്ടേ? ആ, അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് അത് തെർമൽ കുക്കറിലേക്ക് മാറ്റിയിടണം. മീൻകറിയും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടനാണെങ്കിൽ പന്നി ഫ്രൈ ഇരിപ്പുണ്ട്, പന്നി ഫ്രൈ. ഞാനത് കഴിക്കത്തില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ രാവിലെ എണീറ്റ് മീൻകറി ഉണ്ടാക്കി. ചേട്ടൻ പതിവ് പോലെ തിരക്കിലാണ്. അപ്പം ചേട്ടൻ രാവിലെയാണ്, ചേട്ടൻ്റെ ഡ്യൂട്ടിയിലാണ് ചേട്ടൻ. എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ചേട്ടൻ ഇറച്ചി നുറുക്കുകയാണെന്ന് ഓർക്കും. പക്ഷെ അല്ല സുഹൃത്തുക്കളെ, ചേട്ടൻ പച്ചക്കറിയാണ് നുറുക്കുന്നത്. ഗ്ലൗസൊക്കെ ഇട്ട് നുറുക്കാൻ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അലർജി ആവാതിരിക്കാൻ പച്ചക്കറി. എല്ലാവർക്കും അലർജി വരില്ല. ചേട്ടനിത് പണ്ട് മുതൽ ചെയ്യുന്നതായതുകൊണ്ട് നോ പ്രോബ്ലം. എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാനും അരിഞ്ഞിട്ട് എനിക്കും അതെ ഗ്ലൗസ് ഇടാതെ ഇതെങ്ങുന്നുണ്ടോ അവിടെ നോക്കൂ. അവളെ എൻ്റെ കയ്യിലൊരു പാത്രം കണ്ട അവൾ ഓടിപ്പാഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പാത്രത്തിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയി അവളെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കി വിട്ടു. അവളിപ്പോൾ അതേ വെള്ളത്തിൻ്റെ അടുത്തൊന്നും പോണില്ല. മീൻകറി റെഡിയാവാറായി. ഞാനിനി കുളിക്കാൻ പോകും. എന്നിട്ട് ഞാൻ ഒരു സാരി ഉടുക്കും. ഇന്ന് സാരിയാ. ഇത് കണ്ട, അകത്തുള്ള കോഴികളും പുറത്തുള്ള കോഴികളും തമ്മിൽ ഭയങ്കര സംഭാഷണം. രാവിലെ തന്നെ പരദൂഷണം പറയുക. അകത്തെങ്ങനെയാ ആഹാരമൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടണ്ടല്ലോ, പുറത്തുള്ള ഞങ്ങൾക്ക് അത്ര കിട്ടണില്ലാന്ന്. ചേട്ടൻ്റെ കുറ്റം പറയാന്ന് തോന്നണേ രണ്ടു കൂട്ടരും. നമ്മളെ അങ്ങനെ വൈകിട്ട് കോളേജിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഇവിടേക്കായിരുന്നു കേട്ടോ. ഞാൻ കോളേജ് ബസ്സിൽ വന്ന് ഞാൻ ദാ ഇവിടെ ഇറങ്ങി. എവിടെയാണെന്നറിയാവോ? ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ദാ ഇവിടെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കാട്. ഞാൻ ആൻസിനെ നോക്കി, എന്നിട്ട് ആൻസിനെ കണ്ടില്ല. സ്കൂൾ വിട്ട് വന്നില്ല. അല്ലെങ്കിൽ അവനങ്ങടെ കൊണ്ടുവന്നേനെ. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഓരോ ദിവസം ചെല്ലും തോറും മങ്ങി 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 വരികയാണ്. അങ്ങനെ വീണ്ടും ഡോക്ടർ വന്ന് കണ്ടു. എൻ്റെ പൊട്ടൊക്കെ താഴെ പോലെ. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടു. അതിന് ശേഷം എൻ്റെ കണ്ണടയുടെ പവർ കൂട്ടിട്ടോ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയാണ്. അത് മാത്രമല്ല, കണ്ണാടി മൊത്തം സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു കണ്ണട. അപ്പോൾ എന്താണേലും മാറേണ്ടി വരും. അങ്ങനെ പവർ കൂട്ടി. പിന്നെ എൻ്റെ കോർണിയ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എങ്ങുമില്ല. നമ്മുടെ ഒന്നുമില്ല, നമ്മൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തൊടുപുഴ അൽഫോൺസിൽ മാസത്തിലൊരിക്കലും കണ്ടു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഗിരിധർ എവിടെയാ ചേട്ടാ? ഞാനും ആദ്യമായിട്ട് കേൾക്കാം ഗിരിധർ എന്നൊരു ഡോക്ടറുണ്ട്, അതെനിക്കറിയാം. അതല്ല, ഗിരിധർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. ദേവമാതാവിലുണ്ടായിരുന്നു.
അല്ല, അത് ഗൂഗിളിൽ നോക്കി അറിയാലോ. അത് എറണാകുളം ഏതെങ്കിലും സൈഡായിരിക്കും. അപ്പൊ എന്റെ കൃഷ്ണമണിക്ക് എന്തോ ഒരു വീക്കം പോലെ കണ്ടു, ഒരു മൂടല് പോലെ കണ്ടു എന്ന് പറഞ്ഞൊരു മങ്ങല് പോലെ. എന്റെ കൃഷ്ണമണി അടിച്ചു പോയേ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഷാമ്പു വാങ്ങണം, എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം, ഒരു ഷേക്ക് വാങ്ങിച്ചിടാന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഇവിടെ വലിയ തിരക്കില്ല. വാ, ഇത് നല്ല ഇവരുടെ. അപ്പൊ ഞങ്ങൾ ഡീസൽ അടിച്ചിട്ട് വരാം. ഓ, ഈ ചേട്ടൻ എന്തൊരു ചേട്ടനാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ലൈറ്റ് കളയുമ്പോ വലിയ പ്രശ്നമാണ്. പമ്പ് പോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നാളെ നമ്മള് ഇത് ദിവാങ്കോട്ടന് 5000 രൂപ ഉള്ളു. ഇതൊക്കെ ഒന്ന് വാങ്ങിയാലോ. അപ്പൊ അതെ, വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ്. മീൻകടയിലും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ. അതെ, കേരള മീൻ മേള എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പച്ചക്കറി കടയിൽ വലിയ തിരക്കൊന്നുമില്ല. അവിടെയാണേലും ഒരു പച്ചക്കറി കടയുണ്ട്, അവിടെയാണേലും വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല. മീൻകടയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. എന്നെപ്പോലെ തന്നെ മീൻ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് ഈ ഭാഗത്തുള്ളവർ അധികവും എന്നിപ്പോൾ മനസ്സിലായി. പിന്നെ നേരം സന്ധ്യയായി, 5:45 അന്നത്തേക്ക് ഒരു സൂര്യനും ഇല്ല ചന്ദ്രനും ഇല്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് മങ്ങാട്ടുകവലയിലേക്ക് പോകുന്ന ഒരു വളവ്. അപ്പം നമ്മൾ പോയിട്ടൊരു ഷേക്കൊക്കെ കുടിക്കും. ആൻസൂട്ടിന് ഭാഗ്യമില്ലാണ്ടായിപ്പോയി ഷേക്ക് കുടിക്കാൻ, തീറ്റ ഭാഗ്യമില്ലാണ്ടായി. അവന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പതാ അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇവനിങ്ങനെ, ഞാൻ കുറച്ച് മുമ്പ് ഇതിലേക്ക് വന്നതേ ഉള്ളൂ കോളേജിൽ നിന്ന്. അന്നേരം തിരക്കുണ്ടായിരുന്നോ നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ. കോളേജ് ബസ്സിലൊന്നും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കണ്ട, പക്ഷെ ഇപ്പൊ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അല്ലേ. ഇപ്പൊ ശ്രദ്ധിക്കാതെ പോയ ഒരു കടയുണ്ട്, ടോപ്പ് കട. അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിതാ ഇതിലെയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് തൊടുപുഴ ടൗണിലുള്ള, തൊടുപുഴ ടൗൺ എന്ന് പറയാൻ പറ്റില്ല, മങ്ങാട്ടുകവലയില. തൊടുപുഴ ന്യൂമാൻ കോളേജ് എന്ന പേരെങ്കിലും ന്യൂമാൻ കോളേജ് ഇരിക്കുന്നത് മങ്ങാട്ടുകവലയിലല്ലേ. ICVCS ടവർ. ഇവിടെ ആണെങ്കിലും പച്ചക്കറിക്കടയിൽ വലിയ ചിലവൊന്നുമില്ല കേട്ടോ. വലിയ ആളൊന്നുമില്ല, ചിലവില്ലെന്നല്ല, സോറി, ആളില്ല. റോഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണത്. ദാറ്റ് മീൻസ് കാരിക്കോട് അതിലേയും പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ്. ഞാൻ കാണിച്ചു തന്നിട്ടില്ല, എൻ്റെ ഇതുവരെയുള്ള ഒരു വീഡിയോയിൽ പോലും തൊടുപുഴ ന്യൂമാൻ കോളേജ് ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. കണ്ടോ, ന്യൂമാൻ കോളേജ് തൊടുപുഴ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പം വിമല പബ്ലിക് സ്കൂള് തൊടുപുഴ. ഇതെല്ലാം മങ്ങാട്ടുകവലയിലായിട്ട് വരും. സീനിയർ സെക്കൻഡറി ബ്ലോക്ക്, വിമല പബ്ലിക് സ്കൂൾ. പിന്നെ നിലമ്പൂർ ഫർണിച്ചർ, അങ്ങനെ കടകൾ. പിന്നെ അതെവിടെ ചെല്ലുമ്പോൾ ഒരു പമ്പ്. ഇതൊക്കെ നമ്മൾ ടൗണ് ചുറ്റി വളയാതെ നമ്മൾ എളുപ്പത്തിൽ പോകുന്ന വഴിയാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ. നമ്മൾ ചേട്ടനെയും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് കാലുവേദന വന്നു. ചേട്ടന് യൂറിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതാ കണ്ണിൻ്റെ
ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോർണിയയുടെ ഡോക്ടർ എങ്ങാണ്ട് മാസത്തിലൊരിക്കലെങ്ങാണ്ട് വരുമെന്നാ നമ്മളോടിപ്പോൾ കണ്ട് ഡോക്ടർ പറഞ്ഞു. എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ. അപ്പതാ ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. മുണ്ടാൻ പാടില്ല എന്ന്. എനിക്ക് പ്രായത്തിൽ കവിഞ്ഞ കണ്ണട വെക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തോ അറിഞ്ഞെന്നറിയാവോ? എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ സങ്കടം കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും എൻ്റെ സങ്കടം കാണുന്നുണ്ടോ? എൻ്റെ കണ്ണട ഊരിയുടെ വച്ചേക്ക. ആ കണ്ണട മൊത്തം സ്ക്രാച്ച് വീണെന്നേ. നമ്മൾ കണ്ണട ഇങ്ങനെ എപ്പോഴും പൊടിയാണല്ലോ, അന്നേരം നമ്മളങ്ങ് തുടയ്ക്കുമ്പോൾ പൊടിയോടുകൂടിയാണ് തുടയ്ക്കുന്നത്. ആ സമയത്ത് സ്ക്രാച്ച് വീഴും. എന്നാൽ നമ്മൾ കണ്ണട എപ്പോഴും ചുമ്മാ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വേണം തുടയ്ക്കാൻ. അതൊക്കെയാണ് കുഴപ്പം. KSRTC അത് കഴിഞ്ഞു പോയാച്ചൻ. ഇവിടെയുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ബാറൊക്കെയാണ് ഈ കാണുന്നത്. പേൾ റോയൽ, ജോൺസ് റിജൻസി, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ നമ്മുടെ ഇടുക്കി റോഡാണത് കേട്ടോ. ഇങ്ങോട്ട് പോകുമ്പോൾ ഇടുക്കി റോഡ്. ഞാൻ എപ്പോഴും പറയും ഈരാറ്റുപേട്ട റോഡെന്ന്. കാരണം ഈരാറ്റുപേട്ടയ്ക്ക് ഈ റോഡാണ് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടാകാറുണ്ടോ? ഇതാ അവിടെ എല്ലാ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? കോട്ടയം, മൂലമറ്റം, പൈനാവ്, കട്ടപ്പന. നമുക്ക് കോട്ടയത്തിന് നേരെ പോകാം. കോട്ടയത്തിന് ഇപ്പം ഈ വഴി പോവുകയല്ല കേട്ടോ. കോട്ടയത്തിന് പോകാൻ ഏറ്റവും എളുപ്പം നമ്മൾ പാലാ വഴി പോവുക നല്ലത്. ഇങ്ങനെ നേരെ കോട്ടയം നിന്ന് ഒരു ഇത് കാണിച്ചിരിക്കുന്നല്ലേ. ആ പോലീസുകാരനെ എന്നെ കാണിച്ച് നിൽക്കണ എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കുന്നത്.